ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പെട്രോൾ കേജ് വർക്ക് ചെയ്യുന്നില്ല. ഇതിൻ്റെ പെട്രോൾ എത്ര അടിച്ചാലൊന്നും കാണുന്നില്ലാന്ന് കസ്റ്റമർ പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഈ പെട്രോളിൻ്റെ മീറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആണോ അല്ലെങ്കിൽ ടാങ്കിൻ്റെ ഉള്ളിലത്തെ ഫ്ലോട്ടിൻ്റെ കംപ്ലയിൻ്റ് ആണോ എന്ന് എങ്ങനെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാം. ഇത് സ്കൂട്ടിയും ബൈക്കൊക്കെ സെയിം ആണ് ഈ ഒരു മെത്തേഡ് ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ സമയം കളയേണ്ട വീഡിയോയിൽ പോകാൻ എങ്ങനെ ചെക്ക് ചെയ്യലെന്ന് നോക്കേ. ഇത് നമ്മൾ കസ്റ്റമർ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു എത്ര അടിച്ചാലും തീരെ പിന്നെ മീറ്റർ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. അത് നമ്മൾ കസ്റ്റമറിനോട് പറഞ്ഞ് ചിലപ്പോൾ മീറ്റർ കംപ്ലയിൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്ലോട്ടിൻ്റെ ബാക്കത്തെ പെട്രോൾ അടിക്കുന്ന ഫ്ലോട്ട് കംപ്ലയിൻ്റ് ആണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഈ പെട്രോൾ കേജ് വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവില്ല എത്ര പെട്രോൾ ഉണ്ടെന്നൊന്നും. അതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ഇതിൻ്റെ ബാക്കത്തെ ടാങ്കിൻ്റെ അടുത്ത് ഒരു പെട്രോൾ കണ്ടോ, ഈ ഒരു ടാങ്കിൻ്റെ അടുത്ത് പെട്രോൾ കേജ് വരും, പെട്രോൾ ഫ്ലോട്ട് വരും. ആ പെട്രോൾ ഫ്ലോട്ടിലേക്കാണ് ഇതിൻ്റെ ടാങ്കിൻ്റെ ഈ ഒരു മീറ്ററിൻ്റെ കണക്ഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായാലാണ്, ആ ഒരു കേജിന് കംപ്ലയിൻറ്റ് ഉണ്ടായാലാണ് നമ്മളെ ഒരു മീറ്ററിൽ വർക്ക് ചെയ്യേണ്ടത് നിൽക്കുക. അതുകൊണ്ട് ഇത് നമ്മൾ പെട്ടെന്ന് നമ്മൾ മീറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആണോ ഈ കേജിൻ്റെ കംപ്ലയിൻ്റ് ആണോ നോക്കാൻ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ ആണ്. നമ്മളതുണ്ടോ ഇപ്പോൾ സീറോയിലാണ് മീറ്റർ. എന്നിട്ട് ഇങ്ങനത്തെ ഒരു വയർ എടുത്താൽ 2 വയറിന് ഷോർട്ടാക്കി ത്രൂ കൊടുക്കുക. ഈ ത്രൂ കൊടുക്കുമ്പോൾ മീറ്ററിന് കംപ്ലയിൻറ്റ് ഇല്ലെങ്കിൽ കണ്ടോ ഈ മീറ്റർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് കണ്ടോ. അപ്പോൾ മീറ്റർ ഓക്കെ ആണ്. അപ്പോൾ ഇത് പെട്രോൾ ഫ്ലോട്ടിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് ഇത് വർക്ക് ചെയ്യാത്തത്. നമ്മൾ ഈ ടാങ്കിൻ്റെ ഉള്ളിൽ ഒരു പെട്രോൾ ഫ്ലോട്ട് ഉണ്ട്. അതായത് നമ്മൾ പെട്രോൾ എത്ര ആണെന്നില്ലെന്ന് വെച്ചാൽ അത് അങ്ങോട്ട് പോയിട്ട് പിന്നെ ഫോക്കസ് ചെയ്തിട്ട് ഈ ഒരു മീറ്ററിലേക്ക് സപ്ലൈ കൊടുക്കുക. അന്നപ്പോൾ എത്ര ടോപ്പിൽ വരുന്നുണ്ട് അത്രയും ടോപ്പിൽ ഈ ഒരു മീറ്ററിലേക്ക് സപ്ലൈ കൊടുക്കും. അന്നപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് ഈ ഒരു പെട്രോൾ കേജിൻ്റെ മീറ്റർ വർക്ക് ചെയ്യാത്തത്. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻ്റ് ആണ് തോനെ വരൽ. പിന്നെ ചിലതൊക്കെ മീറ്ററും കംപ്ലയിൻ്റ് ആകും. നമ്മൾ പെട്ടെന്ന് തന്നെ ഏത് വണ്ടിയാണ്, ബൈക്കാണെങ്കിലും സ്കൂട്ടി ആണെങ്കിലൊക്കെ ഈ മെത്തേഡ് നോക്കിയാൽ, ഇത് നമ്മൾ ആക്റ്റീവ 60 ആണ്. ആക്റ്റീവ എല്ലാത്തിലും ഇതൊരു മെത്തേഡാണ് വരുന്നത്. പിന്നെ 60 തൊട്ടിട്ട് ഈ ഒരു ലോക്ക് ടൈപ്പാണ് വരുന്നത്. അല്ലാതൊക്കെ ബോൾട്ടിൻ്റെ മുകളിലാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പെട്രോൾ ഫ്ലോട്ടിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് നമ്മൾ ആ ഒരു മീറ്റർ വർക്ക് ചെയ്യാത്തത്. അപ്പോൾ ഇതിനൊക്കെ ചെറിയ റേറ്റേ ഉള്ളൂ. നമ്മൾ പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി 200 സംതിങ് അങ്ങനെ എന്തോ വരുന്നില്ല ഈ ഒരു പെട്രോൾ ഫ്ലോട്ടിന്. ഇത് കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ് നമ്മളെ പെട്രോൾ ആ ഒരു മീറ്ററിലേക്ക് പവർ എടുക്കാത്തത്. അതുകൊണ്ടാണ് ഈ ഒരു കേജ് മീറ്റർ വർക്ക് ചെയ്യാത്തത്. അതുകൊണ്ട് നിങ്ങളെ വണ്ടിയൊക്കെ ഇതെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് അയക്കേണ്ടതൊക്കെ എങ്ങനെയാണെന്ന്. അതുകൊണ്ട് നമ്മൾ ബാക്ക് അയക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ചിലത് നമ്മൾ ഈ ഒരു കേജ് തന്നെ ഇവിടെ നല്ലോണം പ്രസ് ആവാത്ത ടൈപ്പ് പ്രശ്നം കൊണ്ടും ഈ ഒരു പെട്രോൾ മീറ്റർ വർക്ക് ചെയ്യാണ്ടിരിക്കും. അതുകൊണ്ട് ഇതിലും നല്ലത് നമ്മൾ ആ ഒരു ടച്ച് ആകുന്ന ഈ ഒരു കുറഞ്ഞ റേറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളിത് മാറ്റി കൊടുക്കുന്നതാണ് നല്ല. 240 രൂപ റേഞ്ചോ വരുന്നുള്ളൂ. നമ്മൾ ഇതെന്നൊന്ന് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അതൊന്ന് ചിലതൊക്കെ നമുക്ക് അയച്ച് റീസെറ്റ് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു മീറ്റർ കണ്ടീഷനായിട്ട് വർക്ക് ചെയ്യലുണ്ട്. അല്ലാത്ത പക്ഷേ നമ്മൾ ഫുള്ളായിട്ട് മാറ്റും. ഇത് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാനാണ് ഞാൻ നോക്കുന്നുണ്ടോ, അത് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് കയ്യിൽ നിന്ന് നിങ്ങൾ അങ്ങനെ ചെക്ക് ചെയ്ത് അതിന്മേൽ തന്നെ റിപ്പയർ ചെയ്ത് കളിക്കാൻ നിൽക്കണ്ട. പുതിയ എന്നാൽ മാറ്റിക്കൊള്ളണ്ട. 250 രൂപ ഉള്ളൂ ഈ ഒരു പെട്രോൾ ഫ്ലോട്ടിന്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു മീറ്ററിൽ വർക്ക് ചെയ്യാത്തത്. അതുകൊണ്ട് ഇത് നമുക്ക് അത്യാവശ്യപ്പെട്ടൊരു സംഭവമാണ്. ഈ പെട്രോൾ എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റുന്നത്. നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിലോ ആ പെട്രോൾ തീർന്നു പോകുമെന്നുള്ളൊരു പ്രശ്നമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു മെയിനായിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ ക്ലിയറായിട്ട് ചെക്ക് ചെയ്യലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഏത് വണ്ടിയാണെങ്കിലും നമുക്ക് ഈ ഒരു ലൈനിൽ ഇങ്ങനത്തെ 2 ലൈന് വരും. ആ ലൈന് ത്രൂ ആയി കൊടുത്താൽ നമുക്ക് അവിടെ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആ മീറ്ററിൻ്റെ പ്രോബ്ലം ആയിരിക്കും കേട്ടോ. അത് നിങ്ങൾ ചെക്ക് ചെയ്യണം. അവിടെ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ മീറ്ററിൻ്റെ പ്രോബ്ലം ആയിരിക്കും. ഇതിവിടെ ത്രൂ കൊടുത്തിട്ട് അവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഫ്ലോട്ട് മാറ്റി കൊടുത്താൽ മതി. അത് നോക്കിയാൽ മതി. പിന്നെ നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ ഇത് കൂടുതലും നമ്മൾ ഈ പെട്രോളൊക്കെ ഈ അടിക്കുമ്പോൾ ആ ഫ്ലോട്ടിൻ്റെ മുകളിലോട്ടൊക്കെ നല്ല ഫോഴ്സിലൊക്കെ ഇറങ്ങുമ്പോഴൊക്കെയാണ് ഇത് ഡാമേജ് ആയി പോകുക. അല്ലെങ്കിൽ കുറേ കാലക്രമേണ വരുന്ന പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമ്മൾ പുതിയത് മാറ്റി വെച്ചിട്ട് കണ്ടോ നല്ല പതുക്കെ കയറി വരുന്നുണ്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ആ ഒരു പെട്രോൾ ഫ്ലോട്ടിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇത് ഈ ഒരു മീറ്ററിൽ വർക്ക് ചെയ്യാത്തത്. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇതുപോലത്തെ വീഡിയോസായിട്ട് ഇനി വരുന്നതായിരിക്കും. പിന്നെ നമ്മളൊരു ചാനൽ ഫേസ്ബുക്കിൽ നമ്മളൊരു പുതിയതായിട്ട്
ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് അതൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതിൽ കാണുന്നതിലൊക്കെ അതുകൊണ്ട് കണ്ടോ ഇത് കറക്റ്റായിട്ട് അത്ര പെട്രോളില്ല, അതുകൊണ്ടാണ് ഒരു പകുതിക്കിൽ വന്ന് നിൽക്കുന്നത്. അതിപ്പോൾ നിങ്ങളെ വണ്ടിക്ക് ഇങ്ങനത്തെ എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യാം. നമ്മൾ സിമ്പിളാണ്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്തെങ്കിലും ചെയ്തോട്ടെ വിചാരത്തിനാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് അതെങ്ങനെ അയക്കുന്നത് ബാക്കത്തെ. അതൊക്കെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ ഒന്ന് എടുത്ത് കണ്ടാൽ മതി, എന്നാൽ കറക്റ്റ് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചാവി ഓഫാക്കിയിട്ടാണ് നേരെ റിട്ടേൺ എന്ന് വരുന്നത് കേട്ടോ. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ, ബൈ ബൈ.